നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ചരിത്രമുറങ്ങുന്ന മറ്റൊരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് 6.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വട്ടക്കോട്ടയിലാണ് ഇന്നുള്ളത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും 6.5 കിലോമീറ്റർ മാറിയാണ് വട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 25 രൂപയാണ്. വാഹനങ്ങൾക്കും ഫീസ് ഉണ്ട്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വട്ടക്കോട്ട ഉള്ളത്. ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമാണെങ്കിലും ഒരു കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന വട്ടക്കോട്ട അവരുടെ തന്ത്രപ്രധാന മേഖലകളിൽ ഒന്നായിരുന്നു. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോട് ദയനീയമായി പരാജയപ്പെട്ട് യുദ്ധത്തടവുകാരനാവുകയും പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ വിശ്വസ്തനായി മാറുകയും ചെയ്ത ക്യാപ്റ്റൻ ഡിലനോയി എന്ന ഡച്ച് സൈനികന്റെ നേതൃത്വത്തിൽ 1229-1258 കാലഘട്ടത്തിൽ പണികഴിപ്പിച്ചതാണ് വട്ടക്കോട്ട. ഇദ്ദേഹമാണ് വെടിമരുന്നുകളും വെടിക്കോപ്പുകളും അന്യമായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ സൈന്യത്തെ ഡച്ച് സൈനിക മാതൃകയിൽ പ്രാപ്തരാക്കിയത്. കോട്ടയ്ക്കകത്ത് ഇങ്ങനെ ഒരു ജലസംഭരണി ഉണ്ട്. അക്കാലത്ത് സൈന്യത്തിലുണ്ടായിരുന്ന ആനകളും കുതിരകളുമെല്ലാം ഈ ജലസംഭരണിയിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. മൂന്നര ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന കോട്ടയിൽ വിശ്രമമുറികളും ആയുധപുരകളും വാച്ച് ടവറുകളും ഉണ്ട്. കരിങ്കല്ല് കൊണ്ടുള്ള ഈ കോട്ട 25 അടി ഉയരത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ 4 കൽമണ്ഡപങ്ങളാണുള്ളത്. സൈനികർക്ക് വിശ്രമിക്കാനും ആയുധപുരകളായും ഈ കൽമണ്ഡപം ഉപയോഗിച്ചിരുന്നു. കോട്ടയുടെ മുകളിലേക്ക് കയറാൻ ഇത്തരത്തിലുള്ള വലിപ്പമേറിയ കൽപ്പടവുകളാണുള്ളത്. പണ്ടുകാലത്ത് ഈ കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ പത്മനാഭപുരം കൊട്ടാരം കാണാൻ കഴിയുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇവിടെ നിന്നും 40 കിലോമീറ്റർ ദൂരമാണ് പത്മനാഭപുരം കൊട്ടാരത്തിനുള്ളത്. കൊട്ടാരത്ത് നിന്ന് ഈ കോട്ടയിലേക്ക് 4 അടി വീതിയിലുള്ള ഒരു രഹസ്യ തുരങ്ക പാത ഉണ്ടായിരുന്നു. ഈ തുരങ്കം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. കയറി വരുമ്പോൾ തന്നെ ബേ ഓഫ് ബംഗാളിന്റെ മനോഹര ദൃശ്യമാണ് നാം ആദ്യം കാണുക. ഇവിടെ നിന്നും നോക്കിയാൽ കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ കാണാൻ കഴിയും. കടലിലേക്ക് ഇറക്കിയാണ് ഈ കോട്ട പണി കഴിപ്പിച്ചിരിക്കുന്നത്. കന്യാകുമാരി ഹാർബർ സംരക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യവും ഈ കോട്ടയ്ക്കുണ്ടായിരുന്നു. ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് 360 ഡിഗ്രിയിൽ നിരീക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാവണം ഈ കോട്ടയ്ക്ക് വട്ടക്കോട്ട എന്ന പേര് വരാൻ കാരണം. കോട്ടയ്ക്ക് താഴെ വിശാലമായ ഒരു ബീച്ചുമുണ്ട്.